അപ്പൊ അമ്മ ഞങ്ങള് ഡീസന്റ് ആണ്. ഞങ്ങൾ രാവിലെ നേരത്തെ എണിച്ചു. ഇവര് നേരെ വൈകി എണിച്ച ടീമാണ്. ഇവൻ നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ എന്താ പറയാ പുറത്ത് വന്നൊക്കെ കോട എന്തെങ്കിലും ഉണ്ടോ നോക്കിയതാ. പിന്നെ കോട നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ കോട ഉണ്ടായിരുന്നു. അത് വെയിലടിക്കുന്ന നമുക്ക് കോടയില്ല അമ്മ. രാവിലെ കോട ഞാൻ കാക്ക ഉറങ്ങാത്തോണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഫാൻ എസിയിലായിട്ട് കിടന്ന് ഉറങ്ങിയത്. തണുത്തിട്ട് പുതച്ചെടുന്നു. കാത്തുന് എനിക്കും ചൂടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഞങ്ങള് നല്ല തണുത്തുണ്ട്. എഴുന്നേക്കും കുറച്ച് കഴുകിയിട്ടുണ്ട്. 8:30 എഴുന്നേറ്റുണ്ട് അമ്മ. 8:30 എഴുന്നേറ്റുണ്ട്. നമ്മുടെ തലോണ്ട് ഇന്നത്തെ രാത്രി എന്താ പരിപാടി എന്നറിയോ? കുണുക്കനും കുടിക്കും ഞങ്ങളെടുത്ത് കാത്തമ്മരത്തിട്ട് അത് എഴുന്നേക്കില്ല. നല്ല വളന്നല്ല പറഞ്ഞേ. ആള് കുടിക്കണില്ല. ഇല്ല ആള് ഉപ്പിട്ടില്ല. ഒന്ന് കാറ്റോ ഒളിച്ചെടുക്കും. അപ്പൊ നിങ്ങള് 4 ആള് ഒളിച്ചെടുക്കും. കാറ്റോളൂ ഇന്നലത്തെ രാത്രി സൂപ്പർ നല്ല തണുത്തുണ്ട്. നമ്മൾ ലൈഫില് ഇങ്ങനെ സ്ഥലത്ത് കിടന്നില്ല ജീവിതത്തിൽ. അതാണ് ഫസ്റ്റ് ആ റോട്ടിലൊക്കെ നമ്മള് എങ്ങനെയൊക്കെ കിടക്കും. ഇവിടെ ലൈഫില് ഇങ്ങനത്തെ ഒരു ലൈഫിൽ അങ്ങനത്തെ നമുക്ക് ഇനി 4 കാശുണ്ടായാലും എത്ര വില കൂടുതലും കിടക്കാം. മനസ്സിലായടാ. നമ്മുടെ ഈ മൺകലത്തിൽ വെള്ളം വെച്ച് നടക്കില്ലേ, അതുപോലെ ഇത് മണ്ണിന്റെ വീടല്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തണുപ്പാണ്. ചില പാമ്പുണ്ടാവോ പുലി ഉണ്ടാവോ. എനിക്ക് ടെൻഷൻ അതായിരുന്നു. ചൂട് എടുത്ത് തുടങ്ങാൻ പറ്റി. എനിക്ക് ഏറ്റവും ടെൻഷൻ അതായിരുന്നു. പക്ഷെ സത്യമായിട്ട് ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിട്ടോ. പിന്നെ എന്താ വെച്ചാ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രൈവസി ഭയങ്കര അല്ലെ. നമുക്കൊരു എത്ര ഓളിയ ബഹള എന്തിട്ടാലും ഇതാണ് ഭയങ്കര പാട്ടേക്കിലും കേറ്. എനിക്കതൊരു 1-2 ഏക്കറിലായിരിക്കും കാണാൻ. 1000 ഏക്കർ സ്ഥലമുള്ള ഒരു 10 ഏക്കറിലൊക്കെയാണ് വീട് നിൽക്കുന്നുള്ളൂ. അറിയണില്ല. പ്രൈവസിയാണ്. അത് നമുക്ക് എന്താ ആവശ്യം വിളിച്ചാ ഓടി എത്താൻ ആൾക്കാരും ഉണ്ട്. പ്രൈവസിയാണ്. നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും സെക്കൻഡുകളിൽ എത്തും. സ്റ്റാഫും കാര്യങ്ങളും വരുന്നു. നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. എല്ലാം കൂടി വന്നിട്ട് നമുക്ക് എന്തൊക്കെയാ അവര് നമുക്ക് ടെൻഷനാണ്. അപ്പൊ നമുക്ക് ഫുൾ ഞാൻ പറഞ്ഞു ആന വരൂ പുലി വരും പേടുന്നു. ചേച്ചി ഒന്ന് വരും എനിക്ക് എന്തിനും പേടുന്ന് വിളിച്ചോന്നാണ്. അല്ല ഞാൻ ഹാപ്പി ആയിട്ടാ. ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതാണ് നമ്മള് ടെൻഷൻ മാറാൻ വേണ്ടിട്ടാണ് അവര് നമ്മളെ അടുത്ത് വന്ന് പാട്ട് കച്ചേരിയായിരുന്നു. ഇവിടെ നോക്കിയേ സംഭവം കൊണ്ട് വെച്ചിട്ട് ഇവിടെ നമുക്ക് പാട്ട് പാടി ഞങ്ങൾക്ക് പാട്ട് പാടാറായ അവര് പാടി ഭയങ്കര പുതിയ സ്റ്റൈലാണ്. പുതിയ സ്റ്റൈലാണ്. അല്ല ഭയങ്കര സ്റ്റാഫുകൾ അത്രയും നല്ല കമ്പനിയുള്ള ആൾക്കാരാണ്. നമുക്കറിയാം അവരെ. അതല്ല നമുക്ക് വല്ല അല്ല എനിക്ക് പേര് അച്ഛനും അമ്മയ്ക്കും അവരെ നമ്മൾ അഡ്ജസ്റ്റ് ആവും. ഞാനും പൊന്നും എങ്ങനെയായാലും അഡ്ജസ്റ്റ്. പക്ഷെ അച്ഛനും അമ്മ എങ്ങനെയാന്ന് എനിക്കൊരു പെടുത്തൂല. കാരണം മുന്നേ ഉള്ളതൊരു ട്രഡീഷണൽ ലെവൽ ആലോചിക്കണം. ആ അലർജിയുടെ കൂടെ ഉറക്കം വന്നിട്ട് അവരുടെ കൂടെ വന്നിരുന്ന് അതാണ് എനിക്ക് പേടി. ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നവരാ. ഇപ്പൊ കുണിക്കനായാലും കുണിക്കാലും ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അവരുടെ ലൈഫില്. അപ്പൊ അവരെങ്ങനെ അതിന് കവർ ചെയ്യുന്നുള്ളതാണല്ലോ നമുക്ക് നോക്കാം. കുണുക്കനും കുണിക്ക ആദ്യം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണ്ട മെയിൻ പോയിന്റ് നമ്മള് ചാണകത്തിന് മെഴുകിയതാണ്. ഇവര് അതില് അപ്പൊ അതാണ് നമ്മളെ എവിടെ പോയാലും നമ്മള് മക്കളായാലും അവരൊന്നും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ലൈഫ് കണ്ടിട്ടില്ല. നമ്മളിവര് ചാണം മെഴുകിയതൊക്കെ നമ്മള് കണ്ടു അറിഞ്ഞു നമ്മൾ നടന്നിട്ട് ജീവിച്ചിട്ടൊക്കെ. പക്ഷെ കുണിക്ക് കാർത്തു പൊന്നു ഇവരൊന്നും ശരിക്കും പണ്ടത്തെ കാലത്തേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് വെക്കേഷന് നമുക്ക് അത്യാവശ്യം ആൾക്ക് നിൽക്കാനുള്ള സ്റ്റേജ് ഒരു ഇതിനുള്ളിൽ എന്താ വെച്ചാൽ 3 ബെഡ് എക്സ്ട്രാ 2 ബെഡ് ഉണ്ട്. നിങ്ങൾ കിടക്കണത് ബെഡാ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കിടക്കുമ്പോ ഇഷ്ടം പോലെ ആൾക്കാർക്ക് നിങ്ങൾ കിടന്നാലും ബാക്കി സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അച്ഛനമ്മയും 2 പിള്ളേരും അവിടെ കിടന്നോളൂ. വലിയ സ്പേസ് ഉള്ള. പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ കൂടി കളിച്ച് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ.
നമ്മൾ മറ്റുള്ള റിസോർട്ട് പോലെ അല്ലത്. ഒന്നും പേടിക്കാല്ല. ഇത് ശരിക്കും നമ്മുടെ വീടായിട്ട് നമുക്ക് ഫീൽ ആവുള്ളൂ അല്ലേ? നമ്മുടെ വീടിന്റെ മുറ്റം, നമ്മുടെ വീട്, ആരും ഇല്ല, നമുക്ക് നടക്കാനും ഇരിക്കാനും. നമ്മള് പിന്നെ സിനിമയില് ഞങ്ങളൊക്കെ സിനിമയിലെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു വീട് ഇതൊക്കെ. അത് നമ്മുടെ ലൈഫിൽ നമ്മളും നിന്നിട്ടുണ്ടെന്ന് പറയാലോ. ഇങ്ങനത്തെ ഒരു വീടൊക്കെ ലൈഫിൽ ആദ്യം. ഞാനും ചാണം മെഴുകിയ വീട്ടിൽ നിന്നിട്ടില്ല. ഞാൻ ചാണം മെഴുകിയ വീട്ടില് അച്ഛന്റെ വീട്ടിലാണെന്നാണ് തട്ടുമ്പോറ് ചാണം മെഴുകിട്ടായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും നിന്നിട്ടില്ല. അപ്പൊ എനിക്കൊക്കെ ഒരു ഭയങ്കര അത്ഭുതം. തീർച്ചയായിട്ടും നമ്മുടെ മക്കളതിലൊക്കെ അത് ഇന്നത്തെ 2025 ഇങ്ങനെ ഒരു വീട്. അതായത് ചാണം മെഴുകുന്നതിന്റെ ഒപ്പം കരിക്കട്ട അത് അരച്ച് ചേർക്കും ശീബലിമ. ഞാൻ കണ്ടിട്ട് അപ്പൊ ചാണത്തിന്റെ കളർ കറുത്ത കളർ എടുക്കാം. അത് തുടയ്ക്കാൻ പറ്റും ഇതുമേ. പിന്നെ ഷീബലിമ ഭയങ്കര ഫിനിഷിങ് ചെയ്യാം. ഒരു തുണിയിൽ മുക്കിയിട്ട് ഷീബലിമ അത് ചെയ്യാട്ടോ. അപ്പോഴേക്കും നല്ല നമ്മൾ കറുപ്പ് ചാന്നിട്ട സല്ല അതുപോലെയാ. ഞങ്ങളുടെ തട്ട് പറഞ്ഞ് ഞാൻ ഷീബെടുത്തി ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. വേറെ ആരും ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാവരും നമ്മളില്ല പൊടി ഇങ്ങനെ പൊടിയോ കാരണമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഇതാണ് ശരിക്കും നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിലെ ചാണം മെഴുകുന്ന രീതി. പക്ഷെ അത് വേറൊരു രീതി, ഇതൊരു വേറൊരു രീതി. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞ് വീണ്ടും അപ്ഡേഷൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ഇറങ്ങി ഇത് ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ അടുത്ത ആൾ കൊടുക്കുള്ളൂ. ഇത് വീണ്ടും ചാണകം മെഴുകി സെറ്റ് ആക്കിയതിന്റെ ശേഷം അടുത്ത ആൾ കൊടുക്കുള്ളൂ. അല്ലാതെ അല്ല മറ്റേ നമ്മള് ഗ്രാനൈറ്റ് പോലെ കഴുകി വൃത്തിയാക്കി തുടയ്ക്കാൻ പറ്റില്ലല്ലോ. ഇത് വീണ്ടും അല്ല ഞാൻ പറയട്ടെ, ഇത് അത്യാവശ്യം വലിയൊരു വീടാണ് കേട്ടോ. ഫുൾ ടൈം ആ റിമോട്ട് റൂം പിടിച്ചിട്ട് നടത്താം. ഇന്നത്തെ ഏറ്റവും വലിയ ഇത് എന്താണ്, എല്ലാ സ്ഥലങ്ങളും നമ്മള് ഫ്രിഡ്ജും കാര്യങ്ങളും കാണും. ഇവിടുത്തെ ഫ്രിഡ്ജ് ഇതാണ്. അതിന്റെ മുകളിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. വേറെ നല്ല മണലാണ്. ശരിക്കും പണ്ട് അങ്ങനെ നമ്മള് ഇൻസുലിൻ എടുക്കലോ, ഇൻസുലിൻ എടുക്കാൻ മരുന്ന് ഫ്രിഡ്ജിൽ വെക്കണോ. പണ്ട് മൺകലത്തിലാക്കിട്ട് നമ്മളെവിടെയോ കണ്ടിട്ടില്ല. എന്തോ മേടിക്കാൻ പോയി ഇപ്പൊ കടയില് മണലിലാണ്, ഇങ്ങനെ മണ്ണിന്റെ ഉള്ളിലാണ് പിന്നെ ഈ വീടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ടി വി ഇല്ല. പിന്നെ ഏറ്റവും വലിയ അത്ഭുതം ഇങ്ങനെയൊക്കെ ആണെങ്കിലും റേഞ്ചിന് കുറവില്ല. വേറൊരാൾക്ക് അതും കൂടി വേണം. ഇന്നത്തെ ജനറേഷൻ നമ്മൾ ഏറ്റവും ഭയങ്കര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഭയങ്കര ഹൈറ്റുള്ള ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ പലയിടത്തും റേഞ്ച് കിട്ടില്ല. നമ്മൾ പല സ്ഥലത്ത് പോയാലും റേഞ്ച് കിട്ടാൻ ഭയങ്കര അതൊന്നും വിഷയമില്ല കേട്ടോ. നമ്മൾക്ക് എന്റെ ജിയോക്ക് റേഞ്ച് ഉണ്ട് ഇവിടെ. എന്റെ ഫോണും എന്റെ ഫോണൊക്കെ റേഞ്ച് ഉണ്ട്. ഇതൊന്നുമില്ല, ടി വി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മള് സംസാരിച്ച് തന്നെ സമയം കളയണം. തീർച്ചയായിട്ടും. അല്ല എനിക്ക് പലർത്തും പോയേക്കാളും വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു സ്റ്റാഫുകളെ അയ്യോ അവര് വന്ന് നോക്കൂ ഇവര് വന്ന് നോക്കൂ അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ തൊട്ട ചെളിയോ ഇവിടെ തൊട്ട ചെളിയോ അങ്ങനത്തെ ഒരു ടെൻഷൻ. അത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫീൽ നോക്കി സിറ്റുകൾ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് വട്ടം കൂടെ മിറ്റടി ഞാൻ ചൂരിട്ടാ കണ്ടു. എന്താ അച്ഛൻ വരെ കടിച്ചിട്ടുണ്ട്. ഇവിടെ കടിച്ചിട്ട് അച്ചടക്കം അടിച്ചു ഞങ്ങളോടൊക്കെ ചാണത്തിന്റെ പൊടി മോത്തിക്കാണ്ട് അച്ഛനൊക്കെ അടിച്ച് സെറ്റ് ചെയ്തു. ലൈഫില് ഞാൻ പറയാം ഭയങ്കര ഒരു ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു. നമ്മള് പലയിടത്ത് പോയാലും പറഞ്ഞത് ഇതൊരിക്കലും മറക്കില്ല കേട്ടോ. ഇന്ന് രാത്രിയും കൂടി നിങ്ങൾക്ക്, പക്ഷെ അത് നിങ്ങൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എൻജോയ് ചെയ്യാൻ റൂമിന്റെ ഉള്ളിൽ മാത്രം ഇരിക്കണം. അതില് എൻജോയ് ചെയ്യണമെങ്കിൽ മഴ വേണം. മഴയും കാറ്റൊക്കെ വന്നാലാണ് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് മഴയത്ത് വേറെ രീതിയാ. ഇതിപ്പോ പ്ലെയിൻ ആയിട്ട്. പക്ഷെ ഇവർക്ക് പുറത്തിരിക്കാൻ പറ്റും. നമുക്ക് മഴയുള്ള പുറത്തിരിക്കാൻ പറ്റില്ല. പുറത്തിരിക്കാം. പിന്നെ ആ റൂമിന്റെ ഉള്ളിൽ തന്നെ ടി വി ഉണ്ട്. അവിടെ ഇല്ല, ടി വി ഇല്ല. പക്ഷെ മെയിനായിട്ട് ആൾക്കാര് സെറ്റ് ഫാമിലി ആയിട്ട് വരുമ്പോ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ആവശ്യം. ടി വി പറ്റുമ്പോ നമ്മൾ ഇപ്പത്തെ ജനറേഷൻ നമ്മള് കുട്ടിക്കാലം ആലോചിച്ചു. നമ്മുടെ കുട്ടിക്കാലത്ത് എല്ലാരും കുടുംബത്തോടെ ഫുഡ് കഴിക്കാൻ കുടുംബത്തോടെ കളി നമ്മുടെ വീട്ടിലുണ്ട്. എത്ര ട്രിപ്പ് വന്നാലും ഫോണില് ശ്രദ്ധിക്കണ ഇതുണ്ട്. അപ്പൊ ഞാനിനെ കുറച്ചു നേരം നോക്കി ഞാൻ സമയം ചിന്തിക്കട്ടോ. അവരൊക്കെ ഇരിക്കുമ്പോ ഞാൻ റീൽസ് ഇത് ശരിയല്ലല്ലോ എല്ലാവരും. അപ്പൊ വേഗം ഓഫ് ചെയ്ത് വെക്കൂട്ടോ. ഒരു 2 സെക്കൻഡ് ഒക്കെ അങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന കാരണം ഞാൻ ഫോണിലാണ് കിടക്കുന്നത്. ഇന്നലെ ഈ ചേട്ടന്മാരൊക്കെ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഫോണില്
ചെറിയ ഫോണും ഇല്ല ചെറിയ ഫോണും ഇല്ല. ആ ഫ്രണ്ട്സിലൊക്കെ വിളിക്കാം. അച്ഛൻ അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ തന്നെയുള്ളൂ. അടിപൊളി. അതാ 2025 ഫോണില്ലാത്തൊരു മനുഷ്യൻ വെച്ചതാ. അതൊരു ഇതാ. ഫ്രണ്ട്സ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ വെച്ചതാ ഈ രണ്ടാൾക്കാര്. അവർക്ക് ഇല്ലായില്ല, ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരിക്കലും കൊണ്ടുവരാറില്ല. കണ്ടാ മിണ്ടും അങ്ങനെ മാത്രം. ഫ്രണ്ട്സുകളുണ്ട്, പക്ഷെ അതല്ല, അതൊക്കെ ഓരോ ഒരു ലൈഫിലേക്ക് വന്ന നമ്മള്. അല്ലാതെ എന്നും ഫ്രണ്ട്സെല്ലാം അടുത്ത് പോയിരിക്കുക അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇല്ല. ഇഷ്ടമുള്ളവർക്ക് നല്ല കാര്യമായിട്ടാ. ഫ്രണ്ട്സുകൾക്ക് വരാൻ പറ്റിയ സ്ഥലം. എൻജോയ് ചെയ്തപ്പോ കപ്പിൾസ് ആയാലും ഫ്രണ്ട്സുകൾക്കായാലും ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ ലൈഫാണല്ലോ. അങ്ങനെ വന്നിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചീട്ട് കളിക്കുക അങ്ങനൊക്കെ. റിസോർട്ടായിട്ട് തോന്നുന്നില്ല. നമ്മൾ എല്ലാ റിസോർട്ടിലും നമ്മളും ഒരേ ഫീല്. സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നു, റൂമിൽ കയറുന്നു, ഒറ്റ ഫീല്. റിസോർട്ടായിട്ട് ഇത് നമുക്ക് റിസോർട്ടായിട്ട് ഫീൽ ഇല്ല. ഇത് വേറൊരു ഫീല്. ഇത് ശരിക്കുണ്ടല്ലോ. നമ്മള് നേരത്തോടുകൂടി വരെയൊക്കെയാണ് ഈ ചിക്കനൊക്കെ മസാല പറ്റി കുറച്ച് കാര്യമൊക്കെ കൊണ്ടുവരണമെങ്കിൽ ആ ബാക്കിൽ അതിനുള്ള സെറ്റപ്പാണ്. വേണമെന്ന് വെച്ചാൽ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല. നിങ്ങക്ക് വേണം വേണമെന്ന് വെച്ചാൽ രാത്രി ആകുമ്പോഴേക്കും നമുക്ക് നല്ല സെറ്റാക്കാം. അല്ല അതെന്താ അറിയോ, ആ സ്റ്റാഫുകളുടെ തന്നെയാട്ടാ ഒരു നമ്മള് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനെ പറയാ. ആ ഒരു കസ്റ്റമർ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടേ അത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവര് പാട്ട് പാടിയിട്ട് അടക്കം നമ്മളെ അതൊന്നുമില്ല. അവർക്ക് ഞങ്ങൾക്ക് വിഷമമായി. എന്താ വെച്ചാ രാവിലെ തൊട്ടിട്ടുള്ള അവരെ ജോലിയാണ്. രാവിലെ നമ്മള് വന്നപ്പോട്ട് കാണുന്നതാണ് ആരോ അങ്ങനെ ഓടി നടന്ന് ഓരോന്ന് ചെയ്യും. ശരിക്കും ഭയങ്കര ഹാർഡ് വർക്ക് കേട്ടോ. സ്റ്റാഫുകളൊക്കെ ബോച്ചയുടെ ആത്മാർത്ഥതയോട് ഇതിനുണ്ടായിരിക്കും അവര് സ്റ്റാഫുകൾ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. മുതലാളി നന്നായാലും ഒരു സ്ഥലത്തും മുതലാളി നന്നായിരിക്കും. എങ്ങനെ മുതലാളിക്ക് പണി കൊടുക്കാതെ വെച്ച് നടക്കുന്ന സ്റ്റാഫാണ് മിക്ക സ്ഥലത്തും. ഇവിടെ അതല്ല കേട്ടോ, ഭയങ്കര സപ്പോർട്ടാണ് അവർക്ക്. അതാണ് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഓരോ സ്ഥലത്തും നമ്മൾ ഓരോ അനുഭവങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. സത്യം അത് അവർക്ക് അതിന്റെ സ്വാതന്ത്ര്യം അതിനുള്ള കാര്യങ്ങളും ബോച്ച കൊടുക്കുന്നുണ്ട്. നമ്മളെ നമ്മുടെ ടിപ്പുവിന്റെ പേരെന്തായിരുന്നു ശരിക്കും അറിയില്ല. ടിപ്പു സുൽത്താൻ മാത്രം അറിയുള്ളൂ. സുഹേൽ. അവന്റെ ഞങ്ങൾ ടിപ്പു ശരിക്കും പേര് അറിയില്ല കേട്ടാ. ഇതിപ്പോ അവനെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് ഫസ്റ്റ് ആ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ വെച്ച് പരിചയപ്പെട്ടതാ. അന്നും കാത്തുള്ള ഭയങ്കര കെയറിങ്ങാ. ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം വീട്ടെടുക്കുമ്പോ ഞാൻ ഒറ്റ നിക്കണം. എന്റെ അടുത്ത് വന്ന് എന്റെ അടുത്ത് വന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ വെള്ളം ഒരു കുട്ടി ഉണ്ടെന്നുള്ളതിന്റെ ഭയങ്കര കെയറിങ്ങാ. നമ്മളെ ഒരു സ്ത്രീകളെ കെയർ ചെയ്യാനും കാര്യം പഠിക്കണം. അതിവിടെ ഉണ്ട്. ഫാമിലിയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവർക്ക് നല്ല ബോധ്യം. അത് കഴിഞ്ഞിട്ട് നമ്മള് ഫസ്റ്റ് ട്രയല് അവൻ ഉണ്ടായിരുന്നില്ല. ഇല്ല, അന്ന് നമ്മൾ തിരക്കില്ല. ആരും ഉണ്ടാവുമായിരിക്കും, നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ 100 വയസ്സ് ആ കാലില് പിടിക്കാനുള്ള സമയത്ത് വന്നിട്ട് പക്ഷെ സമയമൊക്കെ നമ്മുടെ ടൈമല്ലേ. സമയം ഇപ്പം ഏകദേശം 10:11 അടുത്തായിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഗസ് ചെയ്തത്. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ. മൂക്കടിക്കണ്ട. ആരും എന്നെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കുറ്റം പറയുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് എന്തൊക്കെ വിഭവങ്ങളുണ്ട് ഒക്കെ പറയാം. ഫുഡൊക്കെ അടിപൊളി ഫുഡാട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡും കാര്യങ്ങളും. ഇതൊന്നും എന്താ പറയുക വീഡിയോയ്ക്ക് വേണ്ടി പോയിട്ട് കുറേ കാര്യങ്ങളല്ല കഴിച്ച്. ഞങ്ങൾക്ക് പേഴ്സണലി ആ ഫുഡ് ഇഷ്ടമായി. അതെല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ ടേസ്റ്റും കാര്യങ്ങളും. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷെ ഞങ്ങൾക്ക് പേഴ്സണലി ഫുഡ് നല്ല ഓക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ രാവിലത്തെ ഫുഡ് കഴിക്കാൻ രാവിലെ ആണോ വന്നത് ചോദിച്ചാൽ രാവിലെ അല്ല, ഉച്ചയാണോ ചോദിച്ചാൽ ഉച്ചയല്ല. ഒരു 11 മണി ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ നമുക്ക് ഈ ഷോപ്പ് രാവിലെ 8 മണി ഓപ്പൺ ആണ്. നമ്മൾ വീട്ടിൽ പിള്ളേരെ കുളിപ്പിച്ച് റെഡിയാക്കി വരുമ്പോഴേക്കും ഒരുവിധം ടൈമായിരുന്നുള്ളൂ. ഇങ്ങനെ പുറമെ കാണുമല്ലോ, ഉള്ളിൽ നിറയെ ആൾക്കാരാട്ടാ. അപ്പം അങ്ങനെ ഒരു മൂലയിലോ സീറ്റ് ഞങ്ങൾ കയറി പിടിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സുൽത്താനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കഴിക്കാനുള്ളതെന്നൊക്കെ വന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെന്താ ഓർഡർ ചെയ്ത് കല്ലപ്പവും പുട്ട്, പിന്നെ ഒരു സ്പെഷ്യൽ കറി വെജിറ്റബിൾ കറി, അതും പിന്നെ മീൻ കറിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പം നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ടറായിട്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്തതും ജാമും ബട്ടറും വന്നു. പക്ഷെ നമ്മൾ ബട്ടറും മാത്രം കൂട്ടിയിട്ട് ബ്രെഡ് കഴിച്ചിട്ടുണ്ട്, ജാമും മാത്രം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കോമ്പിനേഷനായിട്ട് കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് പരീക്ഷിച്ചത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പെബിക്ക് ബ്രെഡ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അവൻ ബ്രെഡൊന്നും കഴിക്കാറില്ല. പക്ഷേ അവിടെ നിന്ന് അങ്ങനെ കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് പിടിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി ആദ്യം ചെയ്യേണ്ട പരിപാടി ബ്രെഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായി നമ്മൾ
റോസ്റ്റ് ചെയ്ത ബ്രെഡിൽ ശരിക്കും ജാമൊന്നും കൂട്ടി കഴിക്കാമല്ലോ. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കത്തുമ്പോൾ ബ്രെഡും കഴിക്കുന്നുണ്ട്. ആളെ കൂടെ ആൾ കളിയാട്ടോ, ഒളിച്ചു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ്റാണ് അടിക്കുന്നത്. ആ ചൂച്ചു പറഞ്ഞിട്ട് സാറ്റ് അടിക്കും. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് തന്നു. അപ്പോൾ അതിന്ന് ഞാൻ തണ്ണിമത്തനാണ് ഞാൻ കഴിച്ചത്. എനിക്കങ്ങനെ ഫ്രൂട്ട്സിനോടൊന്നും വല്ലാത്ത താല്പര്യമില്ല. പക്ഷേ അമ്മ ഡയറ്റിങ് ആക്കണം, അമ്മയ്ക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാട്ടാ. പിന്നെ ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈത്തപ്പഴം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തണ്ണിമത്തനാണ് എടുത്തത്. എനിക്ക് ഇങ്ങനത്തെ തണ്ണിമത്തനാണ് ഒന്നുകൂടി ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ പൈനാപ്പിൾ. പിന്നെ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ്. അപ്പോൾ ആളോട് നമ്മൾ പരിചയപ്പെടട്ടെ. അവരുടെ വീട് എന്താണെന്നൊക്കെ ചോദിച്ചു. ആളെ വീട് എഴുതുന്നത് ചാവക്കാടാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ശരിക്കും കുറച്ച് ദൂരമുള്ള ആളെ വീട്ടിലേക്ക് ചാവക്കാട് തന്നെയാണ് ആളെ വീട്. ആളെ പേരെന്തായിരുന്നു, സനല്ലോ അങ്ങനെ എന്തൊരു പേരായിരുന്നു കേട്ടോ. ആൾ നല്ല കമ്പനിയായിരുന്നു, നല്ലൊരു വ്യക്തിയാട്ടോ. സംസാരിക്കാനാണെങ്കിലും അതായത് നമുക്ക് നല്ല ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ ഫുഡിൻ്റെ റെസിപ്പി അറിയണമെങ്കിലും ആളോട് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളോട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ ഈ കല്ലപ്പത്തിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾ കറി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. കാരണം അങ്ങനെ വെജിറ്റബിൾ ഒരുപാട് തന്നെ വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കല്ലപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും പിന്നെ നമ്മൾ 2 പൊറോട്ടയും കൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പെബിക്കൻ്റെ പൊറോട്ടയുടെ കൂടെയാണെങ്കിലും പിന്നെ പുട്ടിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കറി. ശരിക്കും പറഞ്ഞാൽ മീൻകറിയാലും കൂടുതൽ ഞങ്ങൾ എടുത്തതായിരിക്കും അറിയായിരുന്നു. മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻകറി ഞങ്ങൾ ഇന്നലെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ മീൻകറി കിട്ടും. പക്ഷേ ഈ കറി രാവിലത്തെ സ്പെഷ്യലല്ലേ. അപ്പം അതാണ് ഞാൻ നന്നായി കഴിച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാത്തുമ്മയ്ക്കാണെങ്കിൽ വെജിറ്റബിളും ഭയങ്കര ഇഷ്ടമാണ്. കാത്തുമ്മ കൂടുതലും വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് അവൾ കൂടുതലും കഴിച്ചത്. ഇപ്പം പിന്നെ അടുത്താണ് ആൾ മീനൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ആദ്യമേ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനൊന്നും ലിമിറ്റേഷൻ വെച്ചില്ല. പക്ഷെ അവൾക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ മീൻ കറിയത്തെ മീനൊക്കെ എടുത്ത് കൊടുത്തിന് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ കറിയും കുറച്ച് മീൻചാറും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. കഴിക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ടേസ്റ്റാണ്. പക്ഷേ ഒരുപാട് മസാലകളൊക്കെ ഒത്തൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അമ്മേനെ സിപ്പ് ലൈനിൽ വിടാൻ പോവാട്ടാ. എൻജോയ്. ചേച്ചി ഫസ്റ്റ് അമ്മേനെ വിടാം. അമ്മേനെ നമുക്ക് ടിപ്പുവിനെ വിടാം. അത് കഴിഞ്ഞിട്ട് അച്ഛന് വിടാം. ആദ്യം അമ്മ. ഫസ്റ്റ് അമ്മ. ഫോണൊക്കെ അന്ന് പിടിച്ച് ഇവര് സേഫ്റ്റി അങ്ങോട്ടൊക്കെ അല്ല ഇത് ഇട്ട് കൊടുത്തോ. അത് പോണൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഇല്ല അതൊക്കെ നോക്കി എന്താന്ന്. കേറ് കേറ്, നമുക്ക് വീഡിയോ കൊടുക്കണം കേട്ടോ. പോച്ചക്ക് കേറ് കേറ്. ഇപ്പൊ ഒന്ന് നീയും പോവാ, ഒന്ന് ചേച്ചി അമ്മേനെ വിടാ. ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് കാർത്തു അതിന്റെ ഇടയിൽ കൂടെ ഒന്നും വീട് പോലട്ടോ. പിന്നെ ഇവന് ഇട്ട് കൊടുക്കണം ചേച്ചി. രണ്ടാളും ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് എല്ലടേ കുറച്ച് കയറ്റി ചെയ്തിട്ടാ.
അത്ര പേടിയാ അതെ ഞാൻ ചെറുപ്പത്തിൽ കയറണത് പറയുമ്പോ അമ്മനെ ചീത്ത പറയായിരുന്നു ഇത് വേണ്ടത് റിസ്ക് പെൺകുട്ടിക്ക് വേണ്ടത് ഇപ്പൊ ആരെ കയറൊക്കെ രണ്ടാളാര് വായിക്കാത്തേക്കല്ലേട്ടാ ഇതിലിപ്പോ പഠിച്ചാ മതി കുണുക്കനെ കൊടുക്കോട്ടെ കുണുക്ക അവിടുന്ന് വരുമ്പോ എന്നോട് എന്നോട് പറഞ്ഞ ഞാൻ എനിക്കിത് കുഴപ്പമില്ല ഞാൻ കേറുന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്നത് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലേ ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ എവിടെയാ അതൊക്കെ അണ്ണന്റെ കേട്ടോ കഷ്ടപ്പെട്ടിട്ട് തേക്കോട്ടി കേട്ടോ ടൈറ്റാണോ ടൈറ്റായോ ടൈറ്റായോ ടൈറ്റായ നിനക്കായോ ടൈറ്റ് ടൈറ്റ് വേണ്ട വേണോ ഇവിടെ ടൈറ്റ് വേണ്ട ഹെൽമെറ്റ് ഇട്ടോ നമ്മളെ കേട്ടിടണ അതിനേട്ടാ പോയി പോരെ. ഇല്ലില്ല ഇത് ഞാൻ പറയട്ടെ നമ്മളറിയണ ലൈഫില് ഇവർക്കൊന്ന് റെഡി കൊടുക്കും വിടാട്ടോ കുറച്ചേരം വെയിറ്റ് ചെയ്യും അമ്മ തരണം ചെയ്തിട്ടുണ്ട് ഇത് അമ്മ തരണം ചെയ്യും ഇവർക്കൊന്ന് റെഡി ആക്കിയിട്ട് പിന്നെ വിടാ അല്ലെങ്കിൽ എന്താ പണി എനിക്ക് ഉണ്ണികളാണ് അല്ല നിങ്ങൾ വന്നേനൊക്കെ എനിക്ക് പറ്റുള്ളൂ അങ്ങോട്ട് പോട്ടോ എന്റെ ചെരുപ്പ് കൂടിയാണല്ലോ നമ്മൾ വിളിക്കല്ലോ എത്താ ചെരുപ്പോ ചെരുപ്പിടണ അച്ഛ താഴെ ആൾക്കാർ കേട്ടോ ഒരു പേരും പേടിക്കണ്ട 999 രൂപയുടെ സാധനം എന്ത് അടിയിലിട്ട് അങ്ങനെ ഞാനും വിചാരിച്ച് താഴണ്ടെന്ന് പറഞ്ഞ ഒരു ഭക്ഷണത്തിന് വേണ്ടി എങ്ങോട്ട് ചേർന്നില്ലേ ഇവിടെ ഒരാളുണ്ടല്ലോ കാട്ടു കയറുണ്ടോ കേറുണ്ടോ കേറുന്നുണ്ടോ എന്നാ വാ പോവാ പോവാ വാ പോവാ പറ്റിച്ചേ പിടിച്ചോ കാട്ടിനെ പിടിച്ചോ ആയോ അല്ല നിങ്ങളില്ലേ ഉണ്ട് ഇവിടെ ഉണ്ണിയില്ലല്ലേ കാട്ടു പോട്ടെ ബൈ ശേഷം സ്ക്രീനിൽ അങ്ങനെ അതാ അമ്മയ്ക്ക് സിപ്പ് ലൈനിൽ കയറാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അമ്മേനെ ഞങ്ങൾ മാറ്റിയിട്ട് അച്ഛനെ കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അമ്മ പറഞ്ഞു അച്ഛൻ പോയതിന് ശേഷം അമ്മ പോവാന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് വയ്യാതെ ആവണ്ടല്ലോ, അമ്മയ്ക്ക് ആകെ വിശർത്ത് തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ ആവണ്ടല്ലോ വെച്ചിട്ട് അച്ഛനെയാണ് വിട്ടയച്ചത്. അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. അതെനിക്കും ഞാൻ രണ്ടാമത്തെ ട്രിപ്പാണ് കയറണമെങ്കിലും എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു സത്യം പറയാലോ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു നമുക്ക് കയറി കണ്ട് എത്തുമ്പോൾ ഭയങ്കര ഫീലായിരിക്കും. ഈശ്വരാ നമ്മളിങ്ങനെ വന്നില്ലേ എന്നുള്ള ഭയങ്കര ഫീലായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനും എൻ്റെ അതേ അവസ്ഥ ഞാൻ തോന്നുന്നു. കയറിയതൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ താഴത്തെ ഇത്ര അതിൻ്റെ മുകളിലാണല്ലോ നമ്മളെന്നുള്ള പേടിയാണ്. പിന്നെ നമുക്ക് അവിടെ ഭയങ്കര സേഫ്റ്റിയാണ്. കാരണം ഇതെല്ലാം സിപ്പ് ലൈനാണെങ്കിലും സൈക്ലിംഗ് ആണെങ്കിലും എല്ലാം രാവിലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ വന്ന് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കും. അവർ ടെസ്റ്റ് ചെയ്ത് ഇതെല്ലാം ഓക്കെ അതിൻ്റെ ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഗസ്റ്റുകളെ കയറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കയറാം. ഇനിയിപ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു, നമ്മളെ മുന്നിൽ ചവര് കയറി കാണിച്ചു തരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് കയറിയാൽ മതി. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഐറ്റ് അങ്ങനത്തെ പേടിയുണ്ടെന്നുള്ളൂ, അല്ലാതെ നമുക്ക് അതിൽ വേറൊരു സേഫ്റ്റി കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളിനി റിട്ടേൺ പോവുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സിപ്പ് ലൈനിൽ വരുമ്പോൾ റിട്ടേൺ ഉണ്ടായിരുന്നില്ല, വരവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോകുമ്പോൾ നമ്മൾ നടന്നു പോകണമായിരുന്നു. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, വന്നു കഴിഞ്ഞാൽ റിട്ടേൺ അവിടേക്കല്ല, അതിൻ്റെ അപ്പുറത്തൊരു ഇതേപോലെ ഒരു കൂടാരത്തേക്ക് നമ്മൾ കൊണ്ടാക്കി തരും. അപ്പോൾ അതാ കണ്ട
ഇതിൻ്റെ അപ്പുറത്തേലായിരുന്നു നമ്മൾ പോയത്, ഒന്നുകൂടെ ഹൈറ്റിലായിരുന്നു. നമ്മൾ റിട്ടേൺ വരുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കുറവാട്ടോ, നമുക്ക് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സേഫാണ് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അച്ഛനാണ് അടുത്ത് വരാൻ പോകുന്നത്. റിട്ടേൺ വരുമ്പോൾ വേഗം എത്തിയ പോലെ ഫീൽ ചെയ്തു കേട്ടോ. പോകുമ്പോൾ അത്യാവശ്യം ദൂരമുള്ള പോലും തോന്നിയിട്ടുണ്ട്, പേടിച്ചിട്ടായിരിക്കാം. അതിനതാ അച്ഛനും കയറി. ഇനി അടുത്തത് അച്ഛനെത്തി, ഇനി അടുത്ത് ഞാനാണ് വരാൻ പോകുന്നത്. എന്നിട്ട് ലാസ്റ്റ് ബേബിയോട് വന്നാൽ മതി പറഞ്ഞു, കാരണം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് പേടിയാവും. അപ്പം അത് ഞാനും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ ശരി ഇനി പോകാൻ പിന്നെയും കയറണം എന്നൊക്കെ തോന്നും കേട്ടോ. നല്ല രസമാണ്. എനിക്ക് ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹം സിപ്പ് ലൈനിലും അതുപോലെ ഇങ്ങനെ മേളിൽ നിന്ന് ചാടണയിലൊക്കെ പോകണമെന്ന്. പക്ഷേ എന്താ പറയുക, കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനോടെല്ലാം പേടിയായിട്ടുണ്ട്. എനിക്ക് എല്ലാത്തോടും ഭയങ്കര പേടിയാണ്. പക്ഷേ സിപ്പ് ലൈൻ ബേബിയാണ് എന്നെ നിർബന്ധിച്ചിട്ടത്. ഇപ്പം ഞാൻ അതിലൊക്കെ. അങ്ങനെ നമ്മൾ ഗെയിമിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ നേരെ പോയത് സുൽത്താൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പെരുന്നാളായിക്കാൻ നമ്മൾ വീട്ടിൽ ക്ഷണിച്ചിട്ടായിരുന്നു. അവിടെ പോയി അമ്മ ഉണ്ടാക്കി അടിപൊളി ബിരിയാണിയും പിന്നെ സ്പെഷ്യൽ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ ഒരു 7 മണിയൊക്കെ ഉണ്ടായിരുന്നു രാത്രി. ഇനി നമ്മൾ നൈറ്റ് ഓഫ് റോഡ് പോവാട്ടോ. അപ്പോൾ അതാണ് എല്ലാവരും വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഞാനാണ് കയറാൻ പോകുന്നത്. ഇത് നൈറ്റ് സവാരി കേട്ടോ, ഓഫ് റോഡെന്ന് പറയാൻ പറ്റില്ല, സവാരിയാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, എനിക്ക് നാനിനൊക്കെ കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഉണ്ണിയുള്ളതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ട്. നമ്മൾ മാത്രമാണ് കുഴപ്പമില്ല, നമ്മളെ കൂടെ 3 പിള്ളേരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ടെൻഷൻ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ വിചാരിക്കുക കാറിൽ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല, ഗ്ലാസ് കയറ്റിട്ട് ഇരുന്നാൽ നമുക്ക് മനസ്സിൻ്റെ ഉള്ള സമാധാനം. ജീപ്പാകുമ്പോൾ ചുറ്റും ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കണം. അപ്പോൾ ഈശ്വര ആന ബാക്കിൽ നിന്ന് തോണ്ടോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു ഉണ്ടായത്. പക്ഷെ ഞാനത് ആരും മുന്നിലും കാണിക്കില്ല കേട്ടോ. അച്ഛനൊക്കെ ഈ പേടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആനേനെ കാണുന്നത് കൊണ്ട് ഞാൻ വലിയ ബിൽഡപ്പൊക്കെ പിടിച്ച് നിൽക്കെങ്കിലും സത്യം പറയാൻ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാത്തുമ്മ ആ തെറ്റത്തൊക്കെ നിൽക്കുമ്പോൾ പേടിച്ച് ഞങ്ങളെൻ്റെ മടിയിൽ പിടിച്ച് കിടത്തിക്കുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് പോകുമ്പോൾ നമ്മളൊരു മുയൽക്കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ യാത്രയിൽ നമ്മളാകെ കണ്ടത് ഈ മുയലിനെ മാത്രമാണ്, വേറെ ഒന്നിനും കണ്ടിട്ടില്ല. അത് എനിക്ക് കുറച്ച് വിഷമമായി. ഒരു മാൻകുട്ടീനെങ്കിലും കാണണമായിരുന്നു. നമ്മളൊന്നും കണ്ടില്ല, നമ്മൾ കുറേ നോക്കി. നമ്മൾ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ദിവസമായിട്ട് ആനയോ കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ ആനേനൊന്നും വല്ലാതെ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് ഹൈറ്റിലേക്കും കയറിയില്ല. ഈ ചേട്ടൻ പറഞ്ഞു നമുക്ക് പിള്ളേരും കൊണ്ട് ഒരുപാട് ഹൈറ്റിലേക്ക് പോകണ്ട, കാരണം അത് കുറച്ച് സേഫല്ല, നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് വരാം. അങ്ങനെ കുറച്ച് ഒരു മണിക്കൂർ 1.5 മണിക്കൂറത്തെ യാത്രയായിരുന്നു. അടിപൊളിയായിരുന്നു. ആളെ വണ്ടി ഓടിക്കലും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. നമുക്കൊരു പേടിയോ ഒന്നിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും പെമ്മി വന്ന ടൈമിൽ കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പകല പോയിട്ടാ. അപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളെന്താ കണ്ട് മാനിനെ എന്തെങ്കിലും കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ അന്നും കണ്ടിട്ടില്ല. പക്ഷേ പറഞ്ഞു ഈ വഴി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ കാണാറുണ്ട്. അത് ഞങ്ങൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീടെത്തിയപ്പോൾ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്നിട്ട് നമ്മളോട് ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു കേട്ടോ, അവിടെ ആനയൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ടെങ്കിലും മറ്റൊരു കാര്യം ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല തോന്നും. നമ്മൾ ഉണ്ണികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല തോന്നും. എന്നെ മാത്രം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രിപ്പൊക്കെ പോയി ആനേനെയൊക്കെ കാണുകയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ്. അത് പണ്ടൊട്ട് എനിക്ക് ഇങ്ങനത്തെ റിസ്ക് പിടിച്ച പരിപാടികളോട് കുറച്ച് ഇഷ്ടം കൂടുതലാണെന്ന് എൻ്റെ അമ്മ പറയാറ്. ചിലപ്പോൾ സത്യമായിരിക്കും. നമുക്കിങ്ങനെ പോകുമ്പോൾ ആ സൈഡ് കൂടെ നോക്കുമ്പോൾ അവിടെ നല്ല കൊക്കയാട്ടോ. അങ്ങനെ പേടിച്ചിട്ട് പോകും. ചെറിയ റോഡ് നമ്മളെ വണ്ടിക്ക് പോകാൻ മാത്രം സ്ഥലമുള്ളൂ. ഒരാന അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ഈശ്വര, ഇതൊക്കെയായിരുന്നു എൻ്റെ ഫുൾ ആലോചന. പക്ഷെ ഞാൻ പുറത്തേക്ക് കാണിച്ചില്ല. പിന്നെ ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ചിട്ട് ഞാനും കുണുക്കനാണ് ഏറ്റവും കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട ആൾക്കാർ. നമുക്ക് പോവാം പേടിയില്ല അതുകൊണ്ട് കുണുക്കൻ കാട്ടിൽ കയറി പിന്നെ ഇറങ്ങണമായിരിക്കാം, ഒരു അക്ഷരം മിണ്ടിയില്ലെന്ന് അവന് ഭയങ്കര പേടിയായിരുന്നു. കുണിക്കുമ്പോഴും ഞാൻ ചെറിക്കുമ്പോൾ പൊന്നേച്ചി ചെറിക്കല, പൊന്നേച്ചിക്ക് പേടിയുണ്ട് പൊന്നേച്ചിയെ ഇതൊക്കെയാണ് കുണിക്കുമ്പോഴും പറഞ്ഞിരുന്നത്. ചെറിയ ശബ്ദമൊക്കെ കുട്ടികൾക്ക് പേടിയാവും. ഈശ്വരന് വല്ലതും വന്നിട്ടാണോ പ്രേതാണോ ഒക്കെ പേടിയാവുമായിരുന്നു. നമുക്ക് വെളിച്ചൊന്നുമില്ലല്ലോ, ഭയങ്കര ഇരുട്ടല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ചേട്ടൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ, ഇവിടെ ഇങ്ങനെയുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ ഓരോന്ന് പറഞ്ഞിരുന്നു. ശരിക്കും ആനയും പുലിയൊക്കെ ഉള്ളൊരു കാട് തന്നെയാണത്. പക്ഷെ നമ്മളൊന്നിനും കണ്ടില്ല എന്നുള്ളൂ. പക്ഷേ നമുക്കിതേപോലെ വെക്കേഷനിൽ ഇങ്ങനെ സവാരിക്കൊക്കെ
പോവാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോ താഴെ കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇവരെ കോൺടാക്ട് ചെയ്ത് വെക്കുക, അങ്ങനെ യാത്രയൊക്കെ പോയി വെക്കുക. എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സ് പിള്ളേർ സെറ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കേസ് തന്നെയാണ് ഇങ്ങനെ സവാരി, നൈറ്റ് സവാരിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ ഗോച്ചരാട് ഉണ്ടായിരുന്നില്ല, ഇപ്പം ഞങ്ങളാണ് ആദ്യമായിട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവരോട് വിളിച്ച് ചോദിച്ചാൽ മതി. ഞാൻ നമ്പർ വീഡിയോ താഴെ കൊടുക്കാം. നല്ല രസമാണ് നമ്മളെ കൂടെ അടുത്ത് ചേർന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ നമുക്ക് പേടിക്കാതെ നമ്മളെ ഫുൾ സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് അവർ നമ്മളെ കൊണ്ടുപോവുക. നമുക്കിങ്ങനെ പോയി എൻജോയ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്കും വെക്കേഷനൊക്കെ തീരുന്നതിനോട് മുന്നേ അവിടേക്കൊക്കെ പോയി അടിച്ച് പൊളിക്കുക, അത്ര ഞാൻ പറയണുള്ളൂ. അതുപോലെ നമ്മുടെ ലൈഫിൽ എപ്പോഴും വീട്ടിലിരുന്നാൽ പറയില്ല, ഇങ്ങനെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണണം. ഇങ്ങനെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയുള്ള ആൾക്കാരായിരുന്നു കാടും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പം അമ്മയും അച്ഛനൊക്കെ ഓക്കെ ആയിട്ടോ, ഇപ്പം അവർക്കൊക്കെ നല്ല ധൈര്യം വന്ന പോലെ. അപ്പോൾ അതായി ഒരു വീഡിയോ നമ്മൾ സുൽത്തെടുത്ത് തന്നാട്ടോ. ഇത് കാടിൻ്റെ ഉള്ളിലല്ല, കാട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നമ്മൾ മഡ്ഡോസിൽ പോകുന്ന വഴിയിലാണ്. അപ്പോൾ അവിടെ വെച്ചെടുത്ത് തന്ന വീഡിയോസാണ്. അവ നമുക്ക് എങ്ങനെ വീഡിയോ വേണമെന്ന് പറഞ്ഞാലും ആ വ്യക്തി നമുക്ക് എടുത്തരും, അത്ര നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ണികൾക്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാപ്പിലേക്ക് വന്നിട്ട് അവിടെ വന്ന് ഫുഡൊക്കെ എടുത്ത് ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകണം. എന്നിട്ടാണ് നമ്മളെ ബാക്കിയുള്ള യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇവരുടെ ഡീറ്റെയിൽസും കൊടുക്കാം. അപ്പോൾ ഈ വെക്കേഷനിൽ ഇങ്ങനെ ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്കിങ്ങനെ കാട്ടിൽ ഞങ്ങളും മുന്നും കാട്ടിലേക്ക് പോകുന്ന വീഡിയോസ് ഇടുമ്പോൾ ഇങ്ങനെ പോവുക പേടിയാവോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നിട്ട് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് തന്നെ നമ്മളെ കൂട്ടിലേക്ക് തന്നെ കാട്ടിൽ വണ്ടി ഓടിക്കാൻ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ സവാരിയൊക്കെ പോവുകയാണെങ്കിൽ ഒരു പേടി വേണ്ട, അവർ നമ്മൾ സേഫായിട്ട് കൊണ്ടാക്കി തരും. അപ്പോൾ അതാ നമ്മളെ ഷാപ്പിൻ്റെ നൈറ്റ് വൈബ് നോക്കി എന്ത് രസം, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ നമ്മളൊരു 9:30-10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവിടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു 8 മണി ആയിരിക്കും അവിടെ ബോച്ചപ്പാനയും ഉള്ളൂ. 8 മണി കഴിഞ്ഞാൽ ബോച്ചപ്പാന ഇല്ല. പിന്നെ അത് അവിടുത്തെ വേറെ പ്രത്യേകതയാണ് ഈ തടി. അവിടുത്തെ മേശ ഫുള്ളും ഇങ്ങനെ ഒറ്റ തടി കൊണ്ടാട്ടോ, മേശയിലും കസാരയിലും ഓരോരോ മോഡലുകളാണ്. എന്താ പറയുക, ഒരു വെറൈറ്റി. നമ്മളെല്ലായിടത്തും കാണുന്ന ടേബിളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. ബോച്ചര ഉള്ള 1000 ഏക്കറിൽ ഏത് സ്ഥലങ്ങളിൽ പോയാലും ബോച്ചയുടേതായ എന്തെങ്കിലും ഒരു വെറൈറ്റി അവിടെ ഉണ്ടായിരിക്കും കേട്ടോ, അത് കൺഫേം ആണ്. ഈ ചേട്ടൻ നമ്മളെ ഷെഫ് രാവിലെ തൊട്ട് രാത്രി 10 മണി 11 മണി ആയിരിക്കും ഷോപ്പ് അടയ്ക്കണായിരിക്കും അവിടെ ഉണ്ട്. അത്രയും കട്ട സപ്പോർട്ടാണ് അവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും. അങ്ങനെ നമ്മളെ രാത്രി സഫാരി കഴിഞ്ഞിട്ട് എത്തിയിട്ടാ. സഫാരി എന്ന് പറഞ്ഞ ഒരു 1.5 സഫാരി. ഓരോരുത്തരുടെ അടുത്ത് വരാം. ഫസ്റ്റ് മുതിർന്നവരെ തന്നെ തുടങ്ങാം. അച്ഛ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സഫാരി. അച്ഛ കണ്ണടക്കണ വേറെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയതാണ്. ഇപ്പൊ സമയം ഏകദേശം 9:15. ഒരു നമ്മള് എത്ര മണിക്ക് പോയി? 8 മണിക്ക് പോയതാ അല്ലേ? 7:30 പോയതാണ്. അപ്പൊ ആദ്യം അച്ഛൻ്റെ അച്ഛന് ഇഷ്ടമായ? അടിപൊളി, സൂപ്പർ. പിന്നെ അമ്മയുടേക്ക് പോണ അമ്മ ഇതുവരെ എല്ലാത്തുനിന്ന് ഒഴിഞ്ഞു മാറി നിന്ന ഒരാളായിരുന്നു. പണിക്കൊന്നും തല വെച്ച് കൊടുക്കാത്ത ആളാ. പിന്നെ അങ്ങനെ വണ്ടിയിൽ കയറി ഓളിയും ബഹളം ഇട്ടിരിക്കണം. അയ്യോ, പിന്നെ ഡ്രൈവറോട് പതുക്കെ 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 അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാട്ടാ. പക്ഷെ എനിക്ക് ഇനിയിപ്പോ ഈ ചേട്ടനോട് മുത്തങ്ങക്കാട് വരെ പോയാലോ എന്ന് വെച്ചിട്ട് എനിക്ക് പേടി കൂടുതല. പക്ഷെ ഭയങ്കര ഒരു ആളുടെ കൂടെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നത് ഒക്കെ കംഫർട്ട്. അതും നമ്മൾ പോയി സ്ഥലങ്ങൾ ഉണ്ണിയാളായിട്ടാ പോണം, അപ്പൊ അതിനനുസരിച്ച് പോണം. ഫാമിലീസിനെ കൊണ്ടുമ്പോ അതിൻ്റെതായ ഒരു സാധാ ഒരു കപ്പിൾസിനെ കൊണ്ടുപോകുന്നത് ഫാമിലി ആയിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നമ്മൾ കുഞ്ഞു മക്കളെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ട്. നമുക്ക് രണ്ടാളുണ്ട് ഇവിടെ കട്ട സപ്പോർട്ടായിട്ട് ഈ ഒരു സഫാരിക്ക്. എന്ത് സഫാരിയാ? ജംഗിൾ സഫാരി. ഇനി അടുത്ത പൊന്നൂന്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നത്? അല്ല പിന്നെ ഞാൻ പൊന്നൂനോട് അധികം ചോദിക്കാത്ത വെച്ചാൽ നമ്മൾ ഈ വഴിയൊക്കെ പോയ ആൾക്കാരിന് കുറച്ച് ഇതുണ്ട്, പകലായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞ 2 ആൾക്കാരിൽ ഒന്നാമത്തെ ഇതാട്ടാ, ഞങ്ങള് ടിപ്പു എന്ന് വിളിക്കും, ടിപ്പു സുൽത്താൻ. ഇല്ല അതൊക്കെ കിട്ടും, അതൊന്നും വിശ്വാസമില്ല. ടിപ്പു ഇവനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സഫാരി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്യാം അല്ലേ, ഒന്ന് വിളിച്ച് പ്രീ ബുക്ക് ചെയ്യണത് നന്നായിരിക്കും. കാരണം ആളെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വേറെ വണ്ടികൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇതാണ് ആളെ മുഖം ഞാൻ കാണിക്കും. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളെ അടിപൊളിയായിട്ട് അല്ലേ
ഇക്ക തന്നെയായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയത്. ഈ കാടായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാ. രാത്രി ഇതേപോലെ ഒരുപാട് രാത്രികൾ പോയുള്ള പറഞ്ഞു നിങ്ങൾ തന്നെ പറയും. എനിക്ക് നാണാന്നൊക്കെ ഞാൻ പറയാ. അത് മനസ്സിലായി. ആ ചേട്ടന്റെ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാന്. അല്ല അത് ഉറപ്പായിരുന്നു. കാരണം അമ്മ അല്ലെങ്കിൽ അമ്മക്ക് പറ്റില്ല, ഭയങ്കര പേടിയുള്ള ഒരാളാ. ആ ആൾ ഇത്രയും ധൈര്യമായിട്ട് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വണ്ടിയിലിരിക്കുന്നത്. കാരണം എല്ലാത്തിനും പക്ഷെ ആ ഒരാള് സിപ്ലൈൻ എല്ലാം റെഡി ആയിട്ട് അവസാനം പക്ഷെ ട്രക്കിങ്ങിന് വേണ്ടിട്ട് അത്ര ഇതിലിരുന്നുണ്ടെങ്കിൽ അതും രാത്രി നേരട്ടാ, പകലല്ല. രാത്രി ആകുമ്പോ ഓൾറെഡി നമുക്ക് രാത്രികളിൽ പേടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പകലിനേക്കാളും ട്രക്കിങ് ഏറ്റവും രസമെങ്കിൽ രാത്രി തോന്നുന്നു അല്ലേ? ആ രാത്രിയാണ് അതിന്റെ ഒരു നമുക്ക് പേടിച്ചിരിക്കുന്ന ഒരു രസം. അതിനാരിനും കാണോ ആ തെരച്ചിലും കാണും കാണാനില്ല. നമുക്ക് ഭാഗ്യമില്ലാത്തോണ്ട് മാത്രം കാണുന്ന സ്ഥലമാണ് നമ്മൾ മുകളിലോട്ട് പിള്ളേരൊക്കെ ഉള്ളത്, അതുകൊണ്ട് ഒന്ന് പോകാൻ. കണ്ട ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. അതായത് ഫാമിലീസിനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള അറിവ്, അതാണ് ഏറ്റവും ആവശ്യം. നമ്മളൊരാളെ അങ്ങോട്ട് കൊണ്ടുപോവാ, എവിടെയും കൊണ്ടുപോവാ കാണിക്കുക, അതല്ല വേണ്ടത്. കുഞ്ഞു മക്കളെ കൊണ്ട് അത് ഈ ചേട്ടൻ്റെ ഒരു പക്വതയായിട്ടുള്ള ഒരു നിപ്പും സംസാരം കണ്ടപ്പോ എനിക്ക് തോന്നി ഒരു പക്വതയുള്ള ഒരാളാണ്. അപ്പൊ ആളോട് നമുക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിലേ എടുത്തിട്ട് പോകും. അതായത് വെറുതെ നമ്മളെന്താ ഓഫ് റോഡ് കാണിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഇത് പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂലിക്കിട്ടേ അതല്ല ഈ ഓഫ് റോഡ് ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ കൂലിക്ക ആൾക്കാരെന്നെ അത് നമുക്ക് അറിയുകയും ചെയ്യാം. അല്ല നമുക്ക് ഓർമ്മയില്ലേ നമ്മള് പോകുമ്പോ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിക്ക് എടുത്ത് അത്ര അടിപൊളിയായിരുന്നു. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നമ്മുടെ ഇഷ്ടത്തിന് പൂട്ടാ, നമുക്ക് എങ്ങനെയാണ് വേണ്ടത് പറഞ്ഞാൽ ആ ചേട്ടാ അതിന്. അപ്പൊ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടാ. വരിക ഇനി വെക്കേഷനൊക്കെയാണ്. അതാണ് വെക്കേഷനാണ്. നേരത്തോടുകൂടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെക്കേഷൻ എൻജോയ് ചെയ്യാം. സത്യം അത്രേ ഉള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു ചേട്ടാ, ഒന്നും പറയാനില്ല. പിന്നെ ചേട്ടനോട് എനിക്ക് വലിയ പറയത്തെ ഞാൻ നമുക്ക് മുന്നേ അറിയാവുന്നതുകൊണ്ട് മാത്രം അത്രയും നമുക്ക് അതല്ല നമുക്ക് ഈ ഇവിടെ വരുന്നതിൽ ഏറ്റവും വലിയ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ, ഞാൻ പേഴ്സണലി പറയാണ്, ഇവയുള്ള ഒറ്റ ഒരാളെ ഇത് മാത്രമാണ്. ഇവ വിളിച്ചു കഴിഞ്ഞു അല്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, നമുക്ക് എപ്പോഴും ഓരോരുത്തരോടൊക്കെ നമുക്ക് ഓരോ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഞാൻ സുൽത്താനെ അത് നീ എവിടെ വിളിച്ചാലും ഞാൻ വരും. കാരണം സംസാരത്തിൽ നിന്നാണ് സുൽത്താൻ ഞാൻ തന്നെ അറിഞ്ഞിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ഒരു അറിവില്ല സുൽത്താനെ പറ്റി. പക്ഷെ പൊന്നും സേബിയും പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ എനിക്ക്. അടിപൊളിയാണ് എന്തായാലും ഡ്രൈവും കാര്യങ്ങളും. അപ്പൊ ഇനി ഡീറ്റെയിൽസും കാര്യങ്ങളും ബുക്ക് ചെയ്യുക, എൻജോയ് ചെയ്യുക. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉബൈസ്ഖാനെ കിട്ടും നമുക്ക്. ഉബൈസ്ഖാനെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും ഉബൈസ്ഖാക്ക. കാരണം ഈ കാർഡായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഉബൈസ്ഖാനെ വിളിച്ചപ്പോൾ ഇന്നും ഫസ്റ്റ് ചോദിച്ചപ്പോ അല്ലേ അമ്മ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഉബൈസ്ഖാനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞല്ലേ. തീർച്ചയായിട്ടും ഉബൈസ്ഖാനെ കിട്ടിയില്ല. അത് നമുക്കൊരു സേഫ്റ്റിയാണ്. കാരണം ബാക്കിയുള്ളവരുണ്ട് ഇല്ലാന്നല്ല. രാവിലെ വിളിച്ചു, വൈകിട്ട് പോവാം. അതാണ്. അപ്പൊ വരണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വിളിച്ചെടുക്കുക, മറ്റേ ലേലത്തിന് വിളിച്ചെടുക്കണ പോലെ വിളിച്ചെടുത്തിട്ട് പോവാട്ടോ. കാരണം നമുക്ക് പേടിക്കാനില്ല. വണ്ടിയാണെങ്കിലും സെറ്റപ്പാണ്, അടിപൊളിയാണ്. ഒന്നും പറയാ ആൾക്കാരൊക്കെ നോക്കി സെക്യൂരിറ്റി പേടിച്ചു ലാസ്റ്റ്. പാട്ടൊക്കെ ഡാൻസ് പാട്ടൊക്കെ ടെൻഷനൊക്കെ പോയി. നല്ല പാട്ടുകളും. ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. തീർച്ചയായിട്ടും കോൺഗ്രസ് വേൾഡ് വിത്തിലാവും. അതാണ് പിള്ളേരൊക്കെ ഉണ്ടില്ലേ, അവര് ഹാപ്പിയാണ്. അല്ലോ സൂപ്പർ ഹാപ്പിയാണോ നോക്കണേ. അത് അവനെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാളും അവന്റെ പിന്നെ ചേട്ടാ അത് വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവരെ മാറ്റി താമസിക്കാൻ പോവാട്ടാ. ഓക്കോ നിങ്ങളുടെ വീട് മാറ്റി പൊന്നോ അച്ഛനും അമ്മേന് മാറ്റി താമസിപ്പിക്കാം. ഹണിമൂണ് പോയിട്ട് ഒറ്റ വെച്ചു. അപ്പൊ നമ്മൾ ഇവരെ ഇന്ന് കൊണ്ടാക്കാൻ പോണ സ്ഥലം വേറെ എവിടെയല്ല, ബബിളിലാണ്. അപ്പൊ ബബിളിക്ക് നടന്നുകൊണ്ടിരിക്കാം. ഞാനും പൊന്നും മഡിലും ഇവര് ബബിളിലാക്കിയിട്ട്, കാരണം നമ്മൾ ബബിളിൽ നിന്നാണ് നമുക്കിപ്പോൾ
ഇവര് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഇത് കൂരമാൻ അല്ല വന്ന റുക്കിന് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഇതാ ഫൈനലി കം കേറിക്കോ. ഇത് പൂട്ടിയില്ലല്ലോ. ആ റീൽസില് ആദ്യമായിട്ട് കാണുമ്പോ ചില്ലൻ എന്നാലാണ് നിക്കുള്ളൂ. പക്ഷെ നമുക്ക് നിൽക്കും കടി, നമുക്ക് താഴത്തോട് കടി ആവശ്യമില്ല. നിൽക്കുമ്പോ സുഖമില്ല. ബാത്റൂം വേണം. ആദ്യം കാണുന്നത് അതിന്റെ ഉള്ളിൽ കുളിക്കാനുള്ള ഏരിയ. ഇപ്പൊ ഇതാ അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോവാണ്. എൻ്റെ 2 ദിവസം നമുക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ തന്നെ ഒരു വീടാണത്. തീർച്ചയായിട്ടും. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നത്. കാരണം പറ. കാരണം എന്താ പറയുക, ഇത് ഉണ്ടാക്കിയ ഒരു ആംബിയൻസ് അത്രയ്ക്ക് വലുത് തന്നെയാണ്. അത് വേറെ നമ്മൾ എത്ര വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഈ ഒരു ഫീല് വേറെ എവിടെയും കിട്ടില്ല. ഏത് ഹോട്ടലിൽ പോയാലും ഒറ്റ ഫീലാ. റൂം ഒരേപോലെ, പിന്നെ കുറച്ച് വൃത്തി കുറവിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു ഹോട്ടൽ റൂമിന്റെ ഫീലേ അല്ല, ഒരു വീട്. പിന്നെ ഇവിടുത്തെ ചേട്ടന്മാരായിക്കോട്ടെ, നമുക്കൊരു ഫാമിലി പോലെ അല്ലേ, അത്രയും കമ്പനി ആട്ടാ. അല്ല ഹാപ്പി മൂപ്പർക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അതാണ് പറയുന്നത്, വണ്ടിയിൽ കയറ്റിയിരുത്തി ഇഷ്ടമായിട്ടില്ല. മൂപ്പർക്ക് ഇവിടെ നടക്കണം. എന്താ പറയുക, ഒരു പ്രത്യേക ഫീലും പ്രത്യേക വൈബായിരുന്നു. അപ്പോൾ പോകുമ്പോൾ ഒരു വിഷമം. അപ്പം ഞാൻ പോകാണ്ട് മുന്നേ ലാസ്റ്റായിട്ട് ഒന്നുകൂടി വീട് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതിലായിരുന്നു കേട്ടോ നമ്മുടെ ഒരു 2 ദിവസം. ഓക്കെ. അപ്പോൾ അച്ഛനും അമ്മേനെ നമ്മൾ ഇന്നലെ ഇവിടെയായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു വ്യൂ കണ്ട. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു, ഹാപ്പി ആയോ? എന്നേക്കാൾ ഹാപ്പി പാവം ഇവിടെ കുണിക്കുമ്പോളാട്ടാ. അവളുടെ ഒരു ആഗ്രഹമായിരുന്നു അത്. അവളെവിടെ കുക്കിയ? എന്തായി ഇറങ്ങാൻ പറ്റില്ല. ഹാപ്പി ആയാ? കുണുക്ക നീയോ? അന്ന് പോയപ്പോ പരാതിയായിരുന്നല്ലോ ഞങ്ങളെ കൊണ്ട്. അപ്പൊ നമ്മളെ അല്ല, എനിക്ക് ഇതൊന്ന് പൊന്തിച്ചു തരുമോ ബുദ്ധിമുട്ടില്ലെങ്കിൽ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം, അതാണ് വ്യക്തമായിട്ട് എനിക്ക്. അപ്പൊ നമ്മുടെ ബോച്ചയുടെ വേണ്ടിട്ടോ ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു എനിക്ക്. അയ്യോ, ഇതിന് ശരിക്കും ഒരു ഹോം തിയേറ്റർ തന്നെ ഇതല്ലേ? ആളെ ഇവര് 2 ആളെന്നെ അറിയാം. പിന്നെ നമ്മൾ ഇത് വയ്യ, അറിയില്ല, അറിയാത്ത ആളാണേ, ഒന്നും പറയണ്ട. പുലാക്കൽ, ഞാൻ വരാം. പുലാക്കൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിക്കോ. ഓണാക്കിയാലോ? അതിന്റെ സൗണ്ട് നമുക്ക് എനിക്ക് ആ സൗണ്ടിന്റെ ഇത് വെച്ചിട്ട് ഞാൻ കയറാം.
കേറാൻ പറഞ്ഞത്. ഇതില് മോഡുകളുണ്ട്. ഇതിപ്പോ റോക്ക് മോഡലാണല്ലേ, ഇതിപ്പോ ഉള്ള റോക്ക് മോഡലാണ്. റോക്ക് മോഡിന് ജസ്റ്റ് താഴേക്കിട്ട് കഴിയുമ്പോൾ അല്ല സോറി ഇപ്പോൾ ഉള്ള റേസ് മോഡില് സൗണ്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. ഈ റോക്കിലേക്ക് ഇട്ട് റോക്കിലാകുമ്പോൾ സൗണ്ട് മാറ്റം വന്നു കേട്ടോ. ഫോട്ടോ ആകുമ്പോൾ വേറൊരു മോഡ്. ഇവിടെ ഉണ്ട് ഇത് ഇതിൻ്റെത് എന്താ പറയുക, നമ്മളെ ലൈറ്റിൻ്റെ സ്വിച്ച് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഫോറിലേക്ക് കെട്ടണം. സൗണ്ട് സിസ്റ്റം പിന്നെ ഇന്നലെ കണ്ടില്ലേ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ലെവലിൽ വേണം. ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടി ഇന്ത്യയിലെ ആകെ ഒരെണ്ണുള്ളത് ഇപ്പൊ നിലവില് R30 Pro. പിന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. പാട്ടാണെങ്കിൽ പാട്ടോടെ കൂടിയിട്ട് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്തതിൻ്റെ ചാടിച്ചോറോ ഇല്ല.